എൻ്റെ ഉപ്പാൻ്റെ കൈ പിടിച്ച് നടന്നൊരു കാലം ഇന്നോളം മാഞ്ഞതില്ല ഉപ്പാൻ്റെ കോലം. ഉമ്മ നിത്യം പറയുമെൻ്റെ ഉപ്പാൻ്റെ കഥകൾ കേട്ട് കണ്ണ് നീരൊലിച്ച് തീരുമെൻ്റെ വ്യതകൾ. ഉപ്പ നിത്യമണയുമെൻ്റെ മധുരമുള്ള കനവിൽ എൻ്റെ ഉപ്പാക്ക് നൽകിടണേ ആയുസ് ദീർഘം. ചിലപ്പോൾ മോളെ ഇങ്ങനെ പ്രോഗ്രാമിന് കൊണ്ടുപോകുമ്പോൾ കുട്ടികൾ വഴി തെറ്റും. കുട്ടികളെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഫീൽഡല്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ കൂടെയാണ്. പക്ഷെ നമ്മളെങ്ങനെ മക്കളെ വളർത്തുന്നു അതുപോലെയാണ് നമ്മളെ മക്കളുടെ ഇതാകുക. അല്ലാണ്ട് വഴി തെറ്റണം എന്ന് വിചാരിച്ചവരിപ്പോൾ പാട്ട് പാടിയിട്ടില്ലെങ്കിലും വീട്ടിലടങ്ങിയിരിക്കുന്നവരാണേലും വഴി തെറ്റണം എന്ന് വിചാരിച്ചവർക്ക് വഴി തെറ്റാം. കണ്ടാൽ കൊതി കൊണ്ട് കരള് തുടിക്കുന്ന കലമാൻ മിഴിയുള്ള കൈതപ്പൂ മണമുള്ള കണ്ണാടി കവിളത്ത് കാണുന്ന കസ്തൂരി വിറ്റതോ വിൽക്കുവാൻ വച്ചതോ ഏതാണീ രാജാത്തി. ഹായ്, അപ്പോൾ ഞാൻ എന്നുള്ളത് വയനാട്ടിലെ കൽപ്പറ്റ അടുത്ത്, അതായത് കമ്പളക്കാട് പെർളിക്കുന്ന് എന്ന സ്ഥലത്താണ് കേട്ടോ. ഞാനിന്ന് വന്നിട്ടുള്ളത് ഈ വയനാട്ടുകാരുടെ ഒരു വൈറൽ ഫാമിലിയെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താനാണ് കേട്ടോ. അതായത് ഒരു ഉപ്പയും മോളും. ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരുടെ പാട്ടും ഇവരുടെ കാര്യങ്ങളുമാണ് ഇൻസ്റ്റയിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും കേട്ടോ. അതായത് ഞാനിപ്പോൾ ഏകദേശം ഒരു 1.5 വർഷമായിട്ട് ഇവരെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കണം വിചാരിച്ചുകൊണ്ടേ നിൽക്കുകയാണ്. അപ്പോൾ ഇന്ന് നമുക്കതിനൊരു അവസരം ലഭിച്ചു. അപ്പോൾ അവരെ നിങ്ങൾക്ക് ഒന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ എൻ്റെ എഫേർട്ടിൽ നിന്ന് എല്ലാവരും ഒരു ലൈക്ക് തന്നിട്ട് വീഡിയോ കാണാം. അതോടൊപ്പം ഞാൻ എത്തിയിട്ടുള്ളത് കണ്ടോ, അവരുടെ വീട്ടിലാണ്, നേരെ കാണുന്നതാണ് അവർ വീട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ നിലവിൽ നല്ല പോലെ വൈറലായി നിൽക്കുന്ന, അല്ലെങ്കിൽ ഒരുപാട് പേര് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഫാമിലിയും കൂടിയാണ് ഒരു വൈറലായി നിൽക്കുന്ന നമ്മുടെ ഈ ഒരു ഉപ്പയും മോളും. നമുക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു വൈറൽ ഫാമിലി നമ്മൾ പരിചയപ്പെടാൻ വേണ്ടി പോകണം കേട്ടോ. ജസ്റ്റ് ഒന്ന് ബെല്ലടിച്ച് നോക്കാം. ഇവിടെ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ്. കാരണം വെച്ചാൽ ഹലോ, അസ്സലാമു അലൈക്കും. അഷ്റഫ് അല്ലേ? ഓക്കെ, നമ്മൾ ഇൻസ്റ്റയിലൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഇത് എന്റെ ചെറിയ മകളാണ്. ചെറിയ മോളല്ലേ? ഇവരൊക്കെ അത്യാവശ്യം നല്ല പാടുന്ന ആൾക്കാരല്ലേ? ചെറുതായിട്ട്. ആ, ഓക്കെ. പിന്നെ നമ്മള് വീഡിയോയിൽ കാണുന്ന ആ ഒരു പാട്ടുകാരി ഇവിടെ ഉണ്ടോ? അപ്പോൾ ഇന്നിതാ നമ്മളെ അഷ്റഫിൻ കുടുംബം കേട്ടോ. അത്യാവശ്യം ഞങ്ങൾക്ക് 3 പെൺമക്കൾ തന്നെ. ഓക്കെ, അപ്പൊ ഒരു എന്താ പറയാ, ഒരു ഹാപ്പി ഫാമിലിയാണ് അല്ലേ? ഇതാണ് നമ്മുടെ ആ ഒരു കലാകാരി. അസ്സലാമു അലൈക്കും. പേര് മിൻഹ അല്ലേ? മിൻഹ ഫാത്തിമ. ഇവിടെ ഇവരൊക്കെ ആദ്യമായിട്ടാണോ ഒരു വീഡിയോക്ക് മുഖം തരുന്നത്? എല്ലാവരും അതിൽ കണ്ടതിൽ വളരെ സന്തോഷം. അപ്പോൾ ഇന്ന് ഈ ഒരു ഫാമിലിയുടെ കുറച്ച് വിശേഷങ്ങൾ, അതോടൊപ്പം തന്നെ ഇവരുടെ കുറച്ച് പാട്ടുകൾ അല്ലേ? എല്ലാവരും പാടൂലേ? അതായത് ഉപ്പ തുടങ്ങിയിട്ട് ഇങ്ങനെ ഒരു തലക്കുന്ന ഇങ്ങനെ വരും കേട്ടോ. അത്രയും ഫുള്ള് നല്ല അടിപൊളി കലാകാരികളാണ്. അപ്പോൾ എന്തായാലും ഇവർ പഠിക്കുന്നത് ഏതൊക്കെയാണ്? ഇത് ഇനി 9ാം ക്ലാസ്സിലേക്ക്, 9 അല്ലേ? ഇനി +1 മിൻഹ ഇനി ഡിഗ്രി. അപ്പോൾ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ പാട്ട് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും നിങ്ങൾ പഠനത്തിനൊരു ബുദ്ധിമുട്ടായി തോന്നിനാ? ഇല്ല. നിങ്ങൾ പാട്ട് പഠിക്കാനുള്ള പ്രചോദനം എന്താ? ഓക്കെ, ഗുരുവായിട്ട് ഉപ്പ തന്നെ അല്ലേ? അപ്പം ഒരുപാട് കാലം മുമ്പേ പാട്ടൊക്കെ പാടും അല്ലേ? ഓക്കെ, നിങ്ങൾ എന്താ ചെയ്തിരുന്നത് ഇതിനു മുമ്പേ? ഞാൻ കെട്ടിടപ്പണിയാണ്. പിന്നെ ഇങ്ങനെ ഗാനമേളക്കൊക്കെ പോകും. പിന്നെ മോളിങ്ങനെ പാടി തുടങ്ങി കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ പതുക്കെ സ്റ്റോപ്പ് ചെയ്തിട്ട് മോളെ സപ്പോർട്ട് ചെയ്തിട്ട് അങ്ങനെ കൊണ്ടുവരുന്നത്. കാരണം എനിക്ക് രണ്ടും കൂടി എല്ലാം കൂടി മാനേജ് ചെയ്യാൻ കഴിയില്ലല്ലോ. അപ്പോൾ ഞാൻ എന്താക്കി മോളെ കഴിവിനെ പരമാവധി പ്രോത്സാഹിപ്പിക്കും. ഓക്കെ, ഞാൻ കാര്യം കൊണ്ട് ചോദിക്കുന്നു. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ ആയതുകൊണ്ട് തന്നെ ഒരുപാട് നമുക്ക് സപ്പോർട്ടും ഉണ്ട്, അതുപോലെ തന്നെ തളർത്താനും ആൾക്കാരുണ്ടാവും. ഏതെങ്കിലും വഴിയിൽ എന്തെങ്കിലും സങ്കടങ്ങൾ ഇങ്ങനെ തളർത്തിയത് കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നോ? തളർത്താൻ കുറേ ആൾക്കാരുണ്ട്. കാരണം അങ്ങനെയല്ല, കുറേ അല്ല, എന്നാലും കുറച്ച് പേര് പറയും. നമ്മളെന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മോളിപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു മൂക്കുത്തിയിട്ടുണ്ട്, അതിന് തന്നെ ഓരോരുത്തർ ഇത് മൂക്കയറിടാം, ഇപ്പം തന്നെ എന്തിനാ മൂക്കയറിടണം, അത് മോളൊരു ഇഷ്ടമാണ്. മോള് എന്നോട് പറഞ്ഞു മോളിപ്പോൾ അങ്ങനെ ഒരു മൂക്കുത്തി കുത്തിക്കൊണ്ട്, അപ്പോൾ ഓളെ ഇഷ്ടത്തിന് മൂക്കുത്തി. അങ്ങനെയാണ് ഇവർക്കൊക്കെ കുത്തുക. ഇവർ ഇഷ്ടമില്ല, ഇവർക്ക് താല്പര്യമില്ലാത്തതിനെ കൊണ്ട് ഇവർ കുത്തിയില്ല. അങ്ങനെയൊക്കെ കുറച്ച് അങ്ങനെ കമൻ്റൊക്കെ വരുമ്പോഴാണ് ഒരു മോക്കൊരു ടെൻഷൻ ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെ പറയുന്നവരെ നമ്മൾ മൈൻഡ് ചെയ്യണ്ടല്ലോ. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് കൂടുതൽ നമുക്ക് വിശേഷങ്ങൾ പറയുന്നതിന് മുമ്പ് ഒരു കാര്യം കൊണ്ട് ചോദിക്കുകയാണ്. ഇവരിപ്പോൾ 3 സമയത്ത് ജനിച്ച ആൾക്കാരാണല്ലോ. പക്ഷെ എല്ലാവരും ഒരേ ഫേസ് കട്ടാണ്. അങ്ങനെ ആരെയും പറഞ്ഞിരുന്നോ? ഞാൻ കണ്ടപ്പോൾ ഞെട്ടിപ്പോയിട്ടാ? ത്രിമൂർത്തികളാണോ?
അല്ലേ? ഞാൻ പറഞ്ഞ കാര്യല്ലേ? തീർച്ചയായും ഒരേ ഫേസ് കട്ടാണ് എല്ലാം കാണാം, വീഡിയോ കാണാനെല്ലാം മനസ്സിലാവും, ഒരേ ഫേസ് കട്ടാണ്. ഓക്കെ, പാട്ടിന്റെ വഴിയിലേക്ക് വരാനുള്ളൊരു കാരണം ഒന്ന് പറയാൻ പറ്റുമോ? പാട്ടിന്റെ വഴിയിലേക്ക് വരാൻ കാരണം പറഞ്ഞാല് ഉപ്പ എങ്ങനെ പാടുന്ന കണ്ടുപിടിച്ചു. അപ്പൊ ഉപ്പച്ചി ഫസ്റ്റ് ടൈം പോയി ചേർത്താൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു മ്യൂസിക് ക്ലാസ്സിൽ. പക്ഷെ ചെറിയ കുട്ടിയായിരുന്നു ഞാൻ, LKG പഠിക്കുന്നൊക്കെ. അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് അവിടെ അക്ഷരമൊന്നും അറിയാണ്ട് പോയി കാര്യമില്ലല്ലോ. മിൻഹ അല്ലേ? മിൻഹ ഫാത്തിമ, ഇന്നലെ ഞാൻ വിളിച്ച സമയത്ത് എവിടെയായിരുന്നു? പ്രോഗ്രാമിന് പോവായിരുന്നു. അപ്പോൾ ഇന്നലെ രാത്രി ഒരു 12 മണിയൊക്കെ ആയപ്പോഴാണ് എത്തിയത്. പ്രോഗ്രാം എല്ലാം നടക്കുന്നുണ്ടല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വയനാട്ടുകാരുടെ ഒരു എന്താ പറയാ, ഒരു വൈറൽ ഫാമിലി തന്നെയാണ്. എന്തായാലും അഷ്റഫ് നേതൃത്വം കൊടുക്കുന്ന ഈ ഫാമിലിയുടെ ആദ്യ പാട്ട് നമുക്കൊന്ന് കേട്ടോക്കെ അല്ലേ? ഓക്കെ. കണ്ടാൽ കൊതി കൊണ്ട് കരള് തുടിക്കുന്ന കലമാൻ മിഴിയുള്ള കൈതപ്പൂ മണമുള്ള, കണ്ടാൽ കൊതി കൊണ്ട് കരള് തുടിക്കുന്ന കലമാൻ മിഴിയുള്ള കൈതപ്പൂ മണമുള്ള, കണ്ണാടി കവിളത്ത് കാണുന്ന കസ്തൂരി, വിറ്റതോ വിൽക്കുവാൻ വച്ചതോ ഏതാണ് ഏതാണീ രാജാത്തി, മനസ്സിൻ്റെ ഉള്ളിൽ നിന്നൊളിയുന്ന മാണിക്ക മണിമുത്ത് രാജാത്തി, മാനത്തുദിച്ചതോ മണ്ണിൽ മുളച്ചതോ ഏതാണീ രാജാത്തി, ഏതാണീ രാജാത്തി. വാവ്, മാഷാഅല്ലാഹ്, ഒരു കയ്യടി ആവാ രണ്ടുപേരും. എന്തിനു നോക്കി നിൽക്കുന്നത്, ഇത്ര നന്നായി പാടിയിട്ട്. അപ്പോ അഷ്റഫ്, ഏതാണ് ഈ രാജാത്തി? ഇതിന്റെ ചക്രക്കുടങ്ങളാണ്. ഏതായാലും ഒരേ ഫ്രെയിമിൽ ഇവരെ കൊണ്ടുവരുമ്പോൾ എനിക്ക് നല്ല സന്തോഷം കേട്ടോ. കാരണം ഒരു കാര്യം കൊണ്ട് പറയാണ്ട്, അടിപൊളി വോയിസ് ആണ് കേട്ടോ. ഇങ്ങനെ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടോ? ഞാനല്ലാതെ കുറെ പേര് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇന്നാള് പിന്നെ ഇതിൽ തന്നെ മഴവിൽ മനോരമന്റെ പാട്ടിലെ താരം എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ മറ്റേ ശ്രേയാജിയുടെ സൗണ്ട് ഉണ്ട്, സൗണ്ടാണെന്നും പറഞ്ഞു. പിന്നെ അതുപോലെ ചെറിയൊരു ഞാൻ അതിലേക്ക് വരുമായിരുന്നു. ഒരു സൈഡ് നോക്കില്ലേ, ഒരു സൈഡിൽ നിന്ന് കേൾക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് തോന്നുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇവർക്ക് നിങ്ങൾക്ക് മാക്സിമം സപ്പോർട്ട് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് ആ സപ്പോർട്ട് നിങ്ങൾക്ക് എന്താ പറയുക, ഇവരെ ഇങ്ങനെ തന്നെ ഒരു പാട്ടുകാരികളായിട്ട് വളർത്താൻ തന്നെയാണോ താല്പര്യം? അത് മറ്റെന്തെങ്കിലും ഇല്ല, ഇവരൊരു ഗായികമാരാകണം തന്നെയാണ് എൻ്റെ. 3 പേരും അങ്ങനെ തന്നെയാണ് താല്പര്യം? 3 പേരും എനിക്ക് താല്പര്യമാണ്. പക്ഷേ ഇവർ 2 പേരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഗീതം പഠിച്ചിട്ടില്ല. അവർക്ക് ഭയങ്കര മടിയായിരുന്നു. ഞാനൊരു പാട്ട് പാടാൻ പറഞ്ഞാൽ പോലും ഇവർ പാടൂല. ഇപ്പോൾ ഒരു 2 ദിവസമായിട്ട് ഇവിടെ ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ട് ഇങ്ങനെ നമുക്ക് സ്ഥിരമായിട്ട് പ്രോഗ്രാം വരുന്ന ഒരു റിസോർട്ടുണ്ട് ഇവിടെ, സാജ് റിസോർട്ട്. ഞങ്ങൾക്ക് ഒരുപാട് സപ്പോർട്ടും കാര്യങ്ങളും തരുന്നതാണ്. അതുപോലെ എല്ലാത്തിനും, കാരണം ഏറ്റവും കൂടുതൽ പ്രോഗ്രാം നമുക്കിപ്പോൾ അവരാണ് തന്നുകൊണ്ടിരിക്കുന്നത്. അവരുടെ കൂടെയാണ് ഏറ്റവും കൂടുതൽ പ്രോഗ്രാം ചെയ്യുന്നത്. അപ്പോൾ മിൻഹ, ഈ ഉപ്പച്ചിപ്പോൾ പറഞ്ഞേ വീടിൻ്റെ തുടക്കത്തിൽ ഒരു ചെറിയൊരു നെഗറ്റീവ്, ചെറുതല്ല, അത്യാവശ്യം ഞാൻ നോക്കുമ്പോൾ ഫേസ്ബുക്കിൽ അത്യാവശ്യം നല്ല നെഗറ്റീവുകൾ ഓടി നടക്കണ്ടല്ലേ? അതും ഈ ഒരു മൂക്കുത്തി കാരണം. എന്താ സാധാരണ പെൺകുട്ടികൾ മൂക്കുത്തി കുത്തണാണല്ലോ, എന്താ നിനക്ക് മാത്രം ഇത്ര പ്രശ്നം? എനിക്കറിയില്ല ഓരെന്താ അങ്ങനെ പറയണെന്നുള്ളത്. എന്നാലും തളർത്താൻ പറ്റി അങ്ങനത്തെ മനസ്സിൽ എപ്പോഴും നിൽക്കുന്ന അങ്ങനത്തെ ഏതെങ്കിലും കമന്റുകളുണ്ടോ? സങ്കടം തോന്നിയതിലും അങ്ങനെ നോക്കുകയാണെങ്കിൽ കുറേ കമന്റുകൾ ഉണ്ട്. പിന്നെ എന്താ പറയുക, നമ്മൾ ഇപ്പോൾ ഒരു വേണ്ടാത്ത വീഡിയോയോ അങ്ങനെയൊന്നുമല്ലല്ലോ നമ്മൾ ചെയ്യുന്നേ. എല്ലാവർക്കും ഇഷ്ടപ്പെടണം, അതുമാത്രമേ നമ്മൾ പ്രതീക്ഷിക്കുന്നുള്ളൂ. ഇത് പിന്നെന്താ പറയുക, നമ്മൾ നല്ലത് ചെയ്താലും അതിന് നെഗറ്റീവ് പറയാനും ആൾക്കാരുണ്ടാവും. അങ്ങനെ എപ്പോഴെങ്കിലും ഒരു പ്രോഗ്രാമിന് പോകുമ്പോൾ അങ്ങനത്തെ ഒരു കമന്റ് ആലോചിച്ചിട്ട് ഡെസ്പായിട്ടുണ്ട്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ഇത് മെയിനായിട്ട് ഈ മൂക്കുത്തീൻ്റെ പ്രശ്നം. കാരണം ഞാൻ ഈ മൂക്കുത്തി ഞാനിത് അടുത്ത് കുത്തിയിട്ടേ ഉള്ളൂ. അപ്പത്തിനും ഇങ്ങനെ വന്ന് പറയാന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഓക്കെ. അതുപോലെ തന്നെ മിണ്ടാതിരിക്കുന്ന 2 പേരെ കൊണ്ട് മിണ്ടിച്ചാലോ നമുക്ക്, അല്ലേ? അതുപോലെ ഒരു പാട്ട് പഠിപ്പിച്ചാൽ നമുക്ക്. തീർച്ചയായും നിങ്ങൾ പറഞ്ഞാൽ ഒരു പാടുള്ളൂ. അത് ഞാൻ തന്നെ പറഞ്ഞാലും അനുസരിക്കലില്ല. നമുക്ക് നോക്കി നോക്കാം. 1 2 3 സ്റ്റാർട്ട്. നങ്ങിലെ പൂവേ കുന്നോളം ദൂരെ ഒന്നായി പോവണ്ടേ,
ചങ്ങാതിവാവേ നിന്നോട് കൂടെ കണ്ണായി ഞാനില്ലേ, ചെറുനാട്ടുപാതകളിൽ കനവിൻ്റെ മാമലയിൽ തളരാതെ നീ ചുവടേറവേ കനവായി ഞാനരികെ. നങ്ങേലിപ്പൂവേ കുന്നോളം ദൂരെ ഒന്നായി പോവണ്ടേ, ചങ്ങാതിവാവേ നിന്നോട് കൂടെ കണ്ണായി ഞാനില്ലേ. +2 റിസൾട്ടാണ് വരാനുള്ളത്. അത് നാളെ എന്നാണോ? നാളെ 22-ാം തീയതിയാണ്. നാളെ. ഓക്കെ. എന്ത് തോന്നുന്നു ആ ഒരു റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ ആ ഒരു ഫീലിങ്സ് പറയോ? ആ ഒരു സത്യം പറഞ്ഞാൽ ഏതൊരാൾക്കും മനസ്സിൽ തീ വരുന്ന സമയമാണത്. എന്താ തോന്നുന്നത്? അതങ്ങനെ തന്നെയാണ്. പിന്നെ എന്താ പറയാ, എപ്പോഴും നമ്മൾ വിചാരിച്ച മാർക്ക് ചില സമയം നമുക്ക് കിട്ടണമെന്നുണ്ടാവില്ല. കാരണം മുൻകൂർ ജാമ്യം അല്ലട്ടോ, അല്ലപ്പാ, നമുക്കൊക്കെ റെഡിയാക്കാം. ഇതും പറഞ്ഞിട്ടോളം എനിക്കൊരു പാട്ടും പാടി തന്നിട്ടുണ്ട്. അതെ. അപ്പൊ ആദ്യം ജാമ്യം എടുത്തിട്ടുണ്ട്. ഓക്കെ, റിസൾട്ട് വരട്ടെ എന്ന് തന്നെ പ്രാർത്ഥിക്കാം ഇൻഷാ അല്ലാഹ്. നമ്മെ രാജാവെന്ന് കൽത്തുറുങ്കിലടച്ചില്ലേ, ഏതോ മരുഭൂവിൽ നമ്മെ കൊണ്ടിട്ടെറിഞ്ഞില്ലേ, ദാഹം പൂണ്ടേറ്റം നാം തീരം നോക്കി ഇഴഞ്ഞില്ലേ, ഈ മണ്ണിൻ കാട്ടിൽ അന്യോന്യം വേർപെട്ടകന്നില്ലേ, ദരജപ്പൂമോളല്ലേ ലൈല നീ എൻ്റെ കൽബല്ലേ, മജ്നുവായി ഞാൻ നിന്നെ ദുനിയാ